യുവതിയെ മൊബൈൽ കേബിൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച കേസിൽ യുവമോർച്ച നേതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനാണ് അറസ്റ്റിലായത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ ചെയ്തു. ശ്യാം, എന്താണ് സംഭവിച്ചത്? എന്തിനായിരുന്നു ഈ ക്രൂരത? സുഹേല, കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പരാതിക്കാരിയായ യുവതിയും ഗോപു പരമശിവം എന്ന യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ഒരുമിച്ച് താമസിക്കുന്നവരാണ്. ഈ പെൺകുട്ടിയെ ക്രൂരമായി ഇയാൾ മർദ്ദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് കാട്ടി ഈ ഗോപു പരമശിവം മരട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തി. പോലീസ് പെൺകുട്ടിയെ വിളിച്ച് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു. ഇന്ന് ഈ യുവതി സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ശരീരമാസകലം മൊബൈൽ കേബിളുകൾ കൊണ്ട് തല്ലിച്ചതച്ചതിൻ്റെ ക്രൂരമായ മർദ്ദിച്ചതിൻ്റെ പാടുകൾ ഉൾപ്പെടെ കണ്ടത്. ഇതോടെ മാൻ മിസ്സിംഗ് കേസുമായി വന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. BNS 109 പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ ഇന്ന് വൈകുന്നേരം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുമായി മരട് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ഏതായാലും ക്രൂരമായ മർദ്ദനമാണ് ഈ ചിത്രങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. മൊബൈലിന്റെ കേബിൾ ഉപയോഗിച്ച് അത് പൊട്ടുന്നതുവരെ തന്നെ പല ദിവസങ്ങളും ഇയാൾ തല്ലി പരിക്കേൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. എറണാകുളത്തെ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് നിലവിൽ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ഗോപു പരമശിവം എന്നയാൾ. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം യുവതിയെ വൈദ്യപരിശോധനയ്ക്കായി സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.